ട്രംപിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആര് ചെയ്താലും മുന്നും പിന്നും നോക്കാതെ യാതൊരു യുക്തിയുമില്ലാത്ത പ്രതിരോധങ്ങളും ഉപരോധങ്ങളും ഒക്കെയായി മുന്നോട്ട് പോവുകയാണ് ട്രംപിന്റെ പ്രവർത്തനങ്ങൾ വികസിത രാജ്യങ്ങളെ വലിയ തോതിൽ ഒരു പക്ഷേ ബാധിക്കുന്നുണ്ടാകുന്നില്ല. പക്ഷേ വികസ്വര അവികസിത രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അമിതഭാരവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയുമാണ് ഇതുണ്ടാക്കുന്നത്. 6 ഇന്ത്യൻ കമ്പനികൾക്കാണ് പുതിയതായി അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. യുഎസിന്റെ ഉപരോധം നേരിടുന്ന ഇറാനിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളും വാങ്ങുന്നുവെന്ന് കാണിച്ചാണ് ട്രംപിന്റെ നടപടി. ട്രംപിന് ഇറാനോട് വ്യക്തിപരമായ വിദ്വേഷങ്ങളും ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ ഇസ്രയേലിന്റെ ചേരിചേരലും ഒക്കെയായിട്ട് പ്രശ്നങ്ങളും തർക്കങ്ങളും നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിലും മറ്റു രാജ്യങ്ങൾ മുഴുവൻ ട്രംപിന്റെ താല്പര്യത്തിനൊത്ത് നിൽക്കണമെന്ന് വാശി പിടിക്കുന്നത് എത്രത്തോളം ഉചിതമാണെന്ന കാര്യം ആലോചിക്കേണ്ടതുണ്ട്. എണ്ണ വിൽപ്പനയിൽ നിന്ന് ലഭിക്കുന്ന പണം ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കാനും മധ്യപൂർവേഷ്യയിൽ സംഘർഷം രൂക്ഷമാക്കാനും സ്വന്തം ജനങ്ങളെ അടിച്ചമർത്താനും ഇറാൻ വിനിയോഗിക്കുന്നുവെന്നാണ് US ആരോപണം. ഇറാനിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുവെന്ന് കണ്ടെത്തിയ 6 ഇന്ത്യൻ കമ്പനികൾ ഉൾപ്പെടെ 20 കമ്പനികൾക്കാണ് ബുധനാഴ്ച US ഉപരോധം ഏർപ്പെടുത്തിയതായി അറിയിച്ചത്. ആൽകെമിക്കൽ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ കെമിക്കൽസ് ലിമിറ്റഡ്, ജൂപ്പിറ്റർ ഡൈകം പ്രൈവറ്റ് ലിമിറ്റഡ്, റാംനിക്ലാൽ എസ് ഗൊസാലി ആൻഡ് കമ്പനി, പെർസിസ്റ്റന്റ് പെട്രോകം പ്രൈവറ്റ് ലിമിറ്റഡ്, കാഞ്ചൻ പോളിമേഴ്സ് എന്നീ ഇന്ത്യൻ കമ്പനികൾക്കും മേലാണ് US ഉപരോധം. ഉപരോധം നിലവിൽ വരുന്നതോടെ ഈ കമ്പനികളുടെ US-ലുള്ളതോ US പൗരന്മാരുടെ നിയന്ത്രണത്തിലുള്ളതോ ആയ മുഴുവൻ ആസ്തികളും മരവിപ്പിക്കും. മാത്രമല്ല ഈ കമ്പനികളുമായി അമേരിക്കൻ പൗരന്മാരോ കമ്പനികളോ വ്യാപാരത്തിൽ ഏർപ്പെടുന്നതിനും വിലക്കുണ്ട്. 2024 ജനുവരി മാസത്തിനും ഡിസംബർ മാസത്തിനും ഇടയിൽ ഇറാനിലെ വിവിധ കമ്പനികളിൽ നിന്ന് $84 ദശലക്ഷം പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയോ ഇറക്കുമതി ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് ആൽകെമിക്കൽ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിനെതിരായ US ആരോപണം. $51 ദശലക്ഷം മെഥനോൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ 2024 ജൂലൈക്കും 2025 ജനുവരിക്കുമിടെ ഇറാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തുവെന്നാണ് ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ കെമിക്കൽസ് ലിമിറ്റഡിനെതിരെ ആരോപിച്ചിരിക്കുന്ന ആരോപണം. 2024 ജനുവരിക്കും 2025 ജനുവരിക്കുമിടെ $49 ദശലക്ഷം മെഥനോളും ടുളുവിൻ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളും ഇറാനിൽ നിന്ന് ജൂപ്പിറ്റർ ഡൈകം പ്രൈവറ്റ് ലിമിറ്റഡ് ഇറക്കുമതി ചെയ്തിട്ടുണ്ടെന്നാണ് US പറയുന്നത്. 2024 ജനുവരിക്കും 2025 ജനുവരിക്കുമിടെ $22 ദശലക്ഷത്തിലധികം ഉൽപ്പന്നങ്ങൾ ഇറാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുണ്ടെന്നാണ് റാംനിക്ലാൽ എസ് ഗൊസാലി ആൻഡ് കമ്പനിക്കെതിരെ ആരോപിച്ചിട്ടുള്ളത്. 2024 ഒക്ടോബറിനും 2024 ഡിസംബറിനുമിടെ $14 ദശലക്ഷം പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ പെർസിസ്റ്റന്റ് പെട്രോകം പ്രൈവറ്റ് ലിമിറ്റഡ് ഇറക്കുമതി ചെയ്തിട്ടുണ്ടെന്ന് US ആരോപിക്കുന്നു. $1.3 ദശലക്ഷം ഇറാനിയൻ പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ കാഞ്ചൻ പോളിമേഴ്സ് ഇറക്കുമതി ചെയ്തിട്ടുണ്ടെന്നാണ് US പറയുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് നോക്കുമ്പോൾ മറ്റേത് രാജ്യത്തെക്കാളും വികസനത്തിലും വളർച്ചയിലും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. അമേരിക്കയ്ക്ക് സ്വന്തം നിലയ്ക്ക് പല കാര്യങ്ങളും നിയന്ത്രിക്കാനും നടപ്പിലാക്കാനും നിഷ്പ്രയാസം സാധിക്കും. എന്നാൽ മറ്റു രാജ്യങ്ങൾക്ക് ട്രംപിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് വ്യാപാര ബന്ധങ്ങളിൽ നിന്ന് പിന്മാറുമ്പോൾ ഉണ്ടാകുന്ന കടുത്ത പ്രതിസന്ധി എളുപ്പം പരിഹരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച